ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 3rd ചാപ്റ്റർ മൂവ്മെൻറ്റ്സ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ എന്ന പാഠഭാഗത്തിലെ 47 തുടങ്ങി 51 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഹാവ് ലേൺഡ് അബൌട്ട് ദ ടു മെയിൻ മൂവ്മെൻറ്റ്സ് ഓഫ് ദ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, how day and night occurs due to rotation and the Coriolis effect, the direction of sunrise and sunset, and the change in wind direction in both hemispheres due to the Coriolis effect. In this video, we are going to discuss about summer and winter solstice, how the change in the relative position of the sun as a result of rotation causes the difference in the length of days and nights. ഓരോന്നും ക്വസ്റ്റൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റൻ ആൻസേഴ്സ്. 18th question. In which direction does the apparent position of the sun shift from 21st March onwards? അതായത് മാർച്ച് 21 മുതൽ സൂര്യൻ്റെ സ്ഥാനം ഏത് ദിശയിലേക്കാണ് മാറുന്നത്? ആൻസർ ടു ദ നോർത്ത് ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ. ഓൺ വിച്ച് ലാറ്റിറ്റ്യൂഡ് ഡു ദ സൺസ് റേസ് ഫാൾ വെർട്ടിക്കലി ഓൺ 21st ജൂൺ? ജൂൺ 21 സൂര്യരശ്മികൾ ഏത് അക്ഷാംശത്തിലാണ് ലംബമായി പതിക്കുന്നത്? ആൻസർ അറ്റ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നെക്സ്റ്റ് വൺ. ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ഫ്രം 23rd സെപ്റ്റംബർ ഓൺവേർഡ്സ്? അതായത് സെപ്റ്റംബർ 23 മുതൽ സൂര്യൻ്റെ സ്ഥാനം ഏത് ദിശയിലേക്കാണ് മാറുന്നത്? ആൻസർ ടു ദ സൗത്ത് ഡയറക്ഷൻ. നെക്സ്റ്റ് വൺ. ഓൺ വിച്ച് ലാറ്റിറ്റ്യൂഡ് ഡു ദ സൺസ് റേസ് ഫാൾ വെർട്ടിക്കലി ഓൺ 22nd ഡിസംബർ? ഡിസംബർ 22 സൂര്യരശ്മികൾ ലംബമായി ഏത് അക്ഷാംശത്തിലാണ് പതിക്കുന്നത്? ആൻസർ അറ്റ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് നോൺ ആസ് സമ്മർ സോൾസ്റ്റൈസ്? എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് അറിയപ്പെടുന്നത്? ആൻസർ. ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ ഷിഫ്റ്റ്സ് ടുവേർഡ്സ് നോർത്ത് ഫ്രം ദ ഇക്വേറ്റർ ടു ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഫ്രം 21st March to 21st June. As a result of this, on 21st June, the northern hemisphere experiences the longest day and the shortest night. This day is known as summer solstice. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക്, ദാറ്റ് മീൻസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, വടക്കോട്ട് നീങ്ങുന്നതായി കാണപ്പെടുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസത്തെയാണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. വാട്ട് ഈസ് നോൺ ആസ് വിൻ്റർ സോൾസ്റ്റൈസ്? എന്താണ് ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത്? Answer. In the southern hemisphere, the sun's apparent position shifts from the equator to the tropic of Capricorn during the period from 23rd September to 22nd December. As a result of this, on 22nd December, the southern hemisphere experiences the longest day and the shortest night. This day is known as the winter solstice. അതായത് ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നു. സമ്മർ സോൾസ്റ്റൈസ്, വിൻ്റർ സോൾസ്റ്റൈസ് ഇതെല്ലാം നമ്മൾ 7th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 7th ക്ലാസ്സിലെ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമേജ് സഹിതം അത് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് നന്നായി മനസ്സിലായി കാണും. എങ്കിലും ഞാൻ ഒന്നുകൂടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എന്താണ് ഭൂമധ്യരേഖ? ഭൂമിയുടെ കൃത്യം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഒരു സാങ്കല്പിക രേഖയാണിത്. ഭൂമിയെ വടക്കും തെക്കുമായിട്ട് തുല്യമായ 2 അർദ്ധഗോളങ്ങളായി, അതായത് ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് ഈ രേഖ വിഭജിക്കുന്നു. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള ഭൂമിയുടെ പകുതി പ്രദേശമാണ് ഉത്തരാർദ്ധഗോളം, നോർത്തേൺ ഹെമിസ്ഫിയർ. ദെൻ ഭൂമധ്യരേഖയുടെ തെക്ക് ഭാഗത്തുള്ള ഭൂമിയുടെ പകുതി പ്രദേശമാണ് ദക്ഷിണാർദ്ധഗോളം എന്നറിയപ്പെടുന്നത്, സദേൺ ഹെമിസ്ഫിയർ. ഇനി എന്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ? ദാറ്റ് ഈസ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഉത്തരായന രേഖ. അതായത് ഭൂമധ്യരേഖയ്ക്ക് ഏകദേശം 23.5 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സാങ്കല്പിക അക്ഷാംശ രേഖയാണിത്. സൂര്യരശ്മികൾ ഏറ്റവും വടക്ക് ലംബമായിട്ട് പതിക്കുന്ന അതിർത്തി രേഖയാണിത് എന്ന് പറയാം. ഇനി എന്താണ് ദക്ഷിണായന രേഖ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? ഭൂമധ്യരേഖയ്ക്ക് ഏകദേശം 23.5 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സാങ്കല്പിക അക്ഷാംശ രേഖയാണിത്. സൂര്യരശ്മികൾ ഏറ്റവും തെക്ക് ലംബമായി പതിക്കുന്ന അതിർത്തി രേഖയാണിത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് വടക്കോട്ട് നീങ്ങുന്നതായി കാണപ്പെടുന്നു. അങ്ങനെ ജൂൺ 21 സൂര്യരശ്മികൾ ഉത്തരായന രേഖയിൽ ലംബമായിട്ട് പതിക്കുന്നു.
അന്ന് ഉത്തരാർദ്ധഗോളത്തിൽ ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസത്തെയാണ് സമ്മർ സോൾസ്റ്റൈസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനമെന്ന് പറയുന്നത്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട് ദക്ഷിണായന രേഖയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. ഇതിൻ്റെ ഫലമായിട്ട് ഡിസംബർ 22-ന് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഈ ദിവസം ശൈത്യ അയനാന്ത ദിനം, അതായത് വിൻ്റർ സോൾസ്റ്റൈസ് എന്ന് അറിയപ്പെടുന്നു. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഭൂമിയുടെ അച്ചുതണ്ടിൽ ഒരു ധ്രുവം സൂര്യനിലേക്ക് കൂടുതൽ ചരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇത് ഓരോന്നും സംഭവിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും, എക്വിനോക്സസ് എന്താണെന്ന്. അതായത് വിഷുവങ്ങൾ. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ് സൺറൈസ് ഇക്വേറ്ററിൽ ലംബമായിട്ട് പതിക്കുന്നത്. അതിൽ മാർച്ച് 21 വസന്ത വിഷുവം, അതായത് സ്പ്രിംഗ് എക്വിനോക്സ് എന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ 23 ശരത് വിഷുവം, അതായത് ഓട്ടംനൽ എക്വിനോക്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സമ്മർ സോൾസ്റ്റൈസ്, വിൻ്റർ സോൾസ്റ്റൈസ്, ഇക്വിനോക്സസ് ഇവയെല്ലാം ഇപ്പോൾ ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡേയ്സ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ സൺ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്? സൂര്യന് സ്വന്തം അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് എത്ര ദിവസം വേണം? ആൻസർ 27 days. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫിനോമിനൺ ഓഫ് അറോറ? അറോറ എന്ന പ്രതിഭാസം എന്താണ്? ആൻസർ, അറോറ ഈസ് സീൻ ഇൻ ദ പോളാർ റീജിയൻസ് ഡ്യൂറിംഗ് വിൻ്റർ മന്ത്സ് when strong solar winds are experienced. It is the natural colored light in the atmosphere at high latitude. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്നൊരു പ്രതിഭാസമാണ് ഈ അറോറ, അതായത് ധ്രുവദീപ്തി. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. നെക്സ്റ്റ് വൺ, കമ്പയർ ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. അതായത് ഉത്തരായനവും ദക്ഷിണായനവും താരതമ്യം ചെയ്യുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ഫോളോയിങ് ദ വിൻ്റർ സോൾസ്റ്റൈസ്, ദ അപ്പാരന്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇസ് നോൺ ആസ് ദി അപ്പാരന്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ടുവേർഡ്സ് നോർത്ത്, ദാറ്റ് മീൻസ് ഉത്തരായനം. The shift in the apparent position of the sun after the summer solstice from the Tropic of Cancer to Tropic of Capricorn is known as the apparent movement of the sun towards south, that means ദക്ഷിണായനം. അതായത് ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനമെന്നും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനമെന്നും പറയുന്നു. അയനം എന്ന വാക്കിൻ്റെ അർത്ഥം യാത്ര എന്നാണെന്ന് ഓർത്തിരുന്നാൽ മതി. ഉത്തരായന രേഖ വരെയുള്ള സൂര്യൻ്റെ യാത്രയെ ഉത്തരായനമെന്നും തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയുള്ള യാത്രയെ ദക്ഷിണായനമെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രി ആയിട്ട് പരിക്രമണ വേളയിൽ ഉടനീളം നിലനിർത്തുന്നുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഈ ചരിവും പരിക്രമണവും കാരണമാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി പേജ് നമ്പർ 50-ൽ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമുക്കത് നോക്കാം. അതിൽ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഇക്വേറ്ററിൽ വരുമ്പോൾ ഡേറ്റ് 21 മാർച്ച്, അതിൽ സ്പ്രിംഗ് ഇക്വിനോക്സ് എന്ന് പറയും. അതിൽ ലെങ്ത് ഓഫ് ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. സദേൺ ഹെമിസ്ഫിയറിലും സെയിം തന്നെയാണ്, വിൽ ബി ഈക്വൽ. സെപ്റ്റംബർ 23-ന് ഓട്ടംനൽ ഇക്വിനോക്സ് എന്നാണ് പറയുക. ദെൻ നെക്സ്റ്റ് വൺ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതിൽ ഡേറ്റ് 21 ജൂൺ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലെങ്ത് ഓഫ് ഡേ ലോങ്ങസ്റ്റ്, ലെങ്ത് ഓഫ് നൈറ്റ് ഷോർട്ടസ്റ്റും ആണ്. സദേൺ ഹെമിസ്ഫിയറിൽ ലെങ്ത് ഓഫ് ഡേ ഷോർട്ടസ്റ്റ് ആൻഡ് ലെങ്ത് ഓഫ് നൈറ്റ് ലോങ്ങസ്റ്റും ആണ്. ദെൻ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതിൽ ഡേറ്റ് ഡിസംബർ 22, ഡേ വരുന്നത് വിൻ്റർ സോൾസ്റ്റൈസ് എന്നാണ് പറയുക. ദെൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലെങ്ത് ഓഫ് ഡേ ഷോർട്ടസ്റ്റും ലെങ്ത് ഓഫ് നൈറ്റ് ലോങ്ങസ്റ്റും ആണ്. സദേൺ ഹെമിസ്ഫിയറിൽ നേരെ തിരിച്ച് ലെങ്ത് ഓഫ് ഡേ ലോങ്ങസ്റ്റും ലെങ്ത് ഓഫ് നൈറ്റ് ഷോർട്ടസ്റ്റും ആണ്. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി നെക്സ്റ്റ് ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.